ജാതിയുടെ വ്യാപാരികൾ അറിയുന്നില്ല അവർ നടുന്ന വൃക്ഷത്തിന് മുള്ളുകൾ മുളയ്ക്കുമെന്ന്. നാളെ അവർ വൃക്ഷത്തെ തഴുകുമ്പോൾ കൈകളിൽ മുള്ളുകളാൽ മുറിവേൽക്കുമെന്നും. ഒരു കാലഘട്ടത്തിൻ്റെ തീരാ ശാപമായിരുന്ന ജാതി വ്യവസ്ഥിതിക്ക് ഭാരതത്തിൽ വലിയ രീതിയിൽ മാറ്റം വരികയാണ്. OBC-കാരനായ പ്രധാനമന്ത്രിയും ആദിവാസിയായ പ്രസിഡന്റുമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഭാരതത്തിൻ്റെ ചരിത്ര നിർമ്മിതികളിലൊന്നും ജന്മനാലുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. മുക്കുവസ്ത്രീയുടെ മകനായ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ മഹാഭാരതവും അതിൻ്റെ ആത്മാവുമായ ഭഗവത്ഗീതയുമാണ് സനാതന സംസ്കാരത്തിൻ്റെ വീതിയിലെ അണയാത്ത ദീപശിഖകൾ. സ്വന്തം കുലം പോലും അറിയാത്തവനാണ് വാൽമീകി. കാട്ടാളനായിരുന്ന ആ വാൽമീകിയാണ് രാമായണത്തിൻ്റെ രചയിതാവ്. കാട്ടാളനിൽ നിന്നും മഹർഷിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദൈവതുല്യനായ മഹർഷിയാണ് അദ്ദേഹം. വിതുരർ ശൂദ്രനായിരുന്നു. കാർമുകിൽ നിറമുള്ള കറുത്ത കണ്ണൻ്റെ യാദവകുലം ഇന്ന് OBC എന്ന പിന്നോക്ക വിഭാഗമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതും ഗുണകർമ്മ വിഭാഗശ എന്നു തന്നെയാണ്. ഒരുവൻ തരം തിരിക്കപ്പെട്ടിരിക്കുന്നത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ന് അവിടെയും ഉറപ്പിച്ചു പറയുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും കറുത്ത നാളുകളിൽ ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ അട്ടിമറിച്ച വരേണ്യവർഗം കർമ്മഫലത്തിൽ നിന്നും എന്നുള്ളത് ജന്മഫലത്തിലൂടെ ആർജിച്ചെടുത്തപ്പോൾ അവിടെ തകർന്നത് ഭാരത സങ്കല്പത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായിരുന്നു. മണ്ണിൻ്റെ അവകാശികൾക്ക് മണ്ണ് അന്യമായി. അവരെ അകറ്റി നിർത്തുവാൻ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആചാരങ്ങളാക്കി മാറ്റി. സുഖലോലുപരായവർ ദൈവത്തിൻ്റെ അടുപ്പക്കാരായപ്പോൾ അവർ വെട്ടിപ്പിടിച്ചതെല്ലാം അവർക്ക് സ്വന്തമായി. അനീതിയുടെ കറുത്ത പുക സനാതന സംസ്കൃതിയെ വിഴുങ്ങി. ധർമ്മ സംസ്ഥാപനത്തിനായി ഗുരുക്കൾ ഭാരതത്തിൽ ജന്മമെടുത്തു. പരിവർത്തനങ്ങളിലൂടെ കടുത്ത ജാതി വ്യവസ്ഥയിൽ നിന്നും വിമോചിതമാകുകയാണ് നമ്മുടെ രാജ്യം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന വർണ്ണവെറിയും വിവേചനവും ചർച്ചയില്ലാതെ പോകുന്നതും നമ്മൾ കാണേണ്ടതാണ്. അടിമകൾ നിയമത്തിൻ്റെ ഭാഗമായ രാജ്യങ്ങൾക്കു നേരെയും നമ്മൾ കണ്ണടച്ചു. പക്ഷേ കുറേ പേർ ഈ കെട്ടകാലത്തിൻ്റെ ദുഷ്കൃതിയെക്കുറിച്ച് ഭാരതത്തിൽ മാത്രം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. തലമുറകൾ മാറിയെങ്കിലും ജാതി വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിലും ഈ ഓർമ്മപ്പെടുത്തൽ നിർബാധം അവർ തുടർന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ രാഷ്ട്രലക്ഷ്യത്തെക്കാൾ ഉപരിയായി അവരുടെ മനസ്സിൽ നിറഞ്ഞു. അവർ ഉപമയും ഉൽപ്രേക്ഷയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും എവിടെയാണ് അവർ ചെന്നു വീഴുക? ലോകത്തെ അപ്പാടെ വിഴുങ്ങാൻ തക്കം നോക്കിയിരിക്കുന്ന ജിഹാദിസത്തിൻ്റെ വായിൽ അവർ അവരെ തലോടും, താരാട്ടുപാടി കേൾപ്പിക്കും. ശേഷം തീവ്രവാദത്തിൻ്റെ കരാള ഹസ്തങ്ങളാൽ നിത്യശാന്തിയിലെത്തിക്കും. ദളിതനെ നെഞ്ചോട് ചേർക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന തീവ്രവാദം തന്നെയാണ് പാകിസ്ഥാനിലെ ആദ്യ നിയമ തൊഴിൽ മന്ത്രിയും ദളിതനുമായിരുന്ന ജഗദീപ് മണ്ഡലിനെ രാജ്യത്തു നിന്നും മതത്തിൻ്റെ പേരിൽ ആട്ടിപ്പായിച്ചത്. ദളിതൻ മന്ത്രിയാണെങ്കിൽ പോലും മത തീവ്രവാദത്തിന് മുന്നിൽ എന്തു വില? പക്ഷേ ഒന്നും ആരും തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയുവാൻ അനുവദിക്കുന്നില്ല. ഉന്മാദത്തിൻ്റെ പാരമ്യത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മോദി കപട രാജ്യസ്നേഹി എന്ന് വിളിച്ച പ്രബുദ്ധതയുടെ വഴികൾ ആരും തേടിപ്പോയില്ലെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. പുതിയ തലമുറ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലേക്ക് കടക്കുന്ന വേളയിൽ രാഷ്ട്രീയക്കാർ ഓർക്കണം, ഈ ജാതിക്കളികളും ഓർമ്മപ്പെടുത്തലുകളും മാത്രം കൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യത്തെ വിലക്കെടുക്കുവാൻ ഇനി കഴിയില്ല എന്ന്. അത്തരം അവസരങ്ങൾ അവസാനിക്കുന്നുവെന്ന്. ജാതി എന്ന കറുപ്പിനെ വെളുപ്പിക്കുന്ന വിദ്യാഭ്യാസം യുവ തലമുറയുടെ പരിപൂർണതയെ ആവിഷ്കരിക്കട്ടെ. ജാതി പറഞ്ഞ് കളിക്കുന്നവരെയും കളിപ്പിക്കുന്നവരെയും നാളുകൾ അവസാനിക്കുകയാണ്. വികസനം ശീലമാക്കുന്ന രാജ്യത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന യുവതലമുറ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ നാളുകളുടെ ദുരന്ത കഥകൾ അയവിറക്കുന്നതിലല്ല, മറിച്ച് ശോഭനമായ ഭാവി കൈവരിക്കുന്നതിലാണ് അവരുടെ ലക്ഷ്യം.